ബഹുമാന്യരായ യാത്രക്കാർ, പ്രിയമുള്ളവരെ, അല്പസമയം നിങ്ങളുടെ മുൻപിൽ നിന്നുകൊണ്ട് അസുഖമായും ബൈബിളിലെ ചില വാക്യങ്ങൾ മാത്രമാണ് പറയുവാൻ ആഗ്രഹിക്കുന്നത്. ആദ്യമായി പറയട്ടെ, നമ്മുടെ പത്രങ്ങളിൽ മറ്റു മീഡിയകളിലൊക്കെയും നാം കാണുന്നു, യുവതലമുറകൾ, ചെറിയ ബാലന്മാർ, ഇവരൊക്കെയും മയക്കുമരുന്നിന് അടിമകളായി തീരുന്ന ആ ദയനീയമായ കാര്യം നമ്മുടെ കേരളത്തിൽ വളരെയേറെ വർദ്ധിച്ചു വരുന്നതായി നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. അതുകൊണ്ട് ഉണ്ടാകുന്ന ദൂഷ്യവശങ്ങൾ, പണ്ടൊക്കെ റാഗിംഗ് എന്ന് പറയുമ്പോൾ എന്തെങ്കിലുമൊക്കെ തമാശ കാണിക്കുക, അല്ലെങ്കിൽ ഒരു ഡാൻസ് ചെയ്യിക്കുക, അല്ലെങ്കിൽ ഒരു പാട്ട് പാടിക്കുക. എൻ്റെ സഹോദരങ്ങളൊക്കെ കോളേജിൽ പഠിക്കുന്ന കാലത്ത് അപ്രകാരമൊക്കെയായി. അപ്പോൾ അതിനൊക്കെയും മാറ്റം വന്നിരിക്കുന്നു. അത് കൊലപാതകത്തിലേക്ക് വരെ എത്തിച്ചേർന്നിരിക്കുന്നു. സഹപാഠിയെ നിഷ്കരണം കൊല്ലുക, അവർ വേദനയെടുത്ത് പുളയുന്നത് കാണുമ്പോൾ സന്തോഷിക്കുക, അതൊക്കെയും വീഡിയോയിൽ പകർത്തിയെടുക്കുക. ഇത്തരം കാര്യങ്ങളൊക്കെയും വളരെ വ്യത്യസ്തമായ രീതിയിൽ നമ്മുടെ കൺമുൻപിൽ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ ആത്മഹത്യകൾ. ഈ കഴിഞ്ഞ ദിവസം 6ാം ക്ലാസ്സിൽ പഠിക്കുന്ന എൻ്റെ കൊച്ചുമകന്റെ കൂടെയുള്ള ഒരു കുട്ടിയും കൂടിയാണ് മരിച്ചുപോയത്. പലപ്പോഴും ആ പെൺകുട്ടിയുടെ അടുത്ത് ചെന്ന് അതിൻ്റെ കയ്യിൽ നിന്ന് ബുക്ക് വാങ്ങിച്ചു കൊണ്ടുവന്ന് എഴുതാത്ത കാര്യങ്ങൾ എഴുതുകയും ഒക്കെ ചെയ്തുകൊണ്ടിരുന്നതാണ്. ഇതിൻ്റെ എല്ലാം പിന്നിൽ മനുഷ്യൻ തന്നെയാണ് ഇതിനെല്ലാം കാരണക്കാർ, മറ്റാരുമല്ല. മനുഷ്യൻ മനുഷ്യനെ നിഷ്കരണം യാതൊരു ദയോ ദാക്ഷിണ്യമോ ഇല്ലാതെ വധിക്കുകയും അവരെ ഉപദ്രവിക്കുകയും അവരുടെ വേദന കണ്ടുകൊണ്ട് ചിരിക്കുകയും സന്തോഷിക്കുകയും ഒക്കെ ചെയ്യുന്നു. ഒരു ചുവട് പോലും മുൻപോട്ട് വയ്ക്കുവാൻ ഇടമില്ലാതെ ജീവിതം അവസാനിപ്പിച്ചു കളയുന്നു. ആരാണതിന് കാരണം? ആര് മുഖാന്തരമാണ് അപ്രകാരമൊക്കെ സംഭവിക്കുന്നത്? എന്നാൽ തിരുവെഴുത്തിൽ പറയുന്നു, കർത്താവായ യേശുക്രിസ്തുവിന്റെ വരവിൽ വിശ്വാസം കാണുമോ എന്ന ആ ചോദ്യം ഇതിൽ ഉൾപ്പെടുത്താം. അതുപോലെ തന്നെ മനുഷ്യന്റെ സ്നേഹം നഷ്ടപ്പെട്ടു പോയിരിക്കുന്നു. ആരുമാരെയും സ്നേഹിക്കുന്നില്ല. പരസ്പരം വിരോധവും ദ്വേഷവും വെച്ച് പുലർത്തിക്കൊണ്ടിരിക്കുന്നു. എന്നാൽ ബഹുമാന്യരും പ്രിയമുള്ളവരുമായവരെ, ഇതൊക്കെയും സംഭവിക്കേണ്ടതുമാണെന്ന് തിരുവെഴുത്ത് വളരെ വ്യക്തമായി തന്നെ പറയുന്നു. കർത്താവായ യേശുക്രിസ്തുവിന്റെ വരവിൽ ഇപ്രകാരമുള്ള കാര്യങ്ങളൊക്കെ നടക്കും എന്ന് ബൈബിൾ പറയുകയാണ്. അപ്പോൾ മനുഷ്യനെന്ന് സമാധാനമില്ലാതെ സ്നേഹമില്ലാതെ അലഞ്ഞു തിരിയുമ്പോൾ നമ്മുടെ തൊട്ടടുത്ത് തന്നെ ആ സ്നേഹം നമുക്ക് നൽകുവാൻ, നമ്മളെ സുരക്ഷിതമായി കാത്തു സൂക്ഷിക്കുവാൻ നമ്മുടെ രക്ഷിതാവായ യേശു കർത്താവ് നമ്മളോട് കൂടെ ഇരിക്കുന്നു, നമ്മുടെ അടുത്തിരിക്കുന്നു. എന്നാൽ നാം യേശുവിനെ ഒന്ന് വിളിക്കുന്നില്ല. നാം വിശ്വാസത്തോടെ വിളിക്കുന്നുവെങ്കിൽ തീർച്ചയായും നമ്മുടെ എത്ര വലിയ ഭാരമാണെങ്കിലും എത്ര വലിയ പ്രശ്നമാണെങ്കിലും അതിന് പരിഹാരമുണ്ടാകും. പ്രിയമുള്ളവരെ, ഞാനിവിടെ മതം മാറ്റത്തെ പറ്റിയല്ല സംസാരിക്കുന്നത്. എന്തിനാണ് മതം മാറുന്നത്? അതുകൊണ്ടൊന്നും യാതൊരു വിശേഷവും ഈ ലോകത്തില്ല. മനുഷ്യന്റെ ഹൃദയത്തിലാണ് മാറ്റം വരേണ്ടത്, പരിവർത്തനം ഉണ്ടാകേണ്ടത്. അത് സംഭവിക്കുമ്പോൾ ഇവിടെ ദൈവത്തിന്റെ പ്രവൃത്തികൾ വെളിപ്പെടുകയും ദൈവത്തിന്റെ സ്നേഹം നമുക്ക് അനുഭവിക്കുവാനും കഴിയും. അപ്പോഴാണ് യഥാർത്ഥമായും ദൈവം സന്തോഷിക്കുന്നതും
നമ്മൾ അനുഗ്രഹിക്കപ്പെടുന്നതുമെന്ന് നാം തിരിച്ചറിയേണ്ടതുണ്ട്. വിശുദ്ധ ബൈബിളിൽ രാജാക്കന്മാരുടെ പുസ്തകം 4-ാം അധ്യായം അതിന്റെ 9-ാമത്തെ വാക്യത്തിൽ പറയുന്നത്, ഒരു മനുഷ്യൻ വഴിയിൽ കൂടി നടന്നു പോകുമ്പോൾ ധനികയായ ഒരു സ്ത്രീ ഭർത്താവിനോട് പറയുകയാണ്, നമ്മുടെ വഴിയിൽ കൂടി നടന്നു പോകുന്ന ഇതൊരു ദൈവപുരുഷനാണ്, മറ്റാരുമല്ല, ഒരു ദൈവപുരുഷനാണ് ആ നടന്നു പോകുന്നത്. കാരണം ഒരു ദൈവപുരുഷന്റേതായ എല്ലാ ലക്ഷണങ്ങളും പല ദിവസങ്ങളിലും അവർ ആ മനുഷ്യനെ ശ്രദ്ധിച്ചപ്പോൾ കാണുവാൻ കഴിയും. ഇതുതന്നെയാണ് ദൈവം ആഗ്രഹിക്കുന്നത്. ദൈവത്തിന്റെ സൃഷ്ടിയായ സകല മനുഷ്യരും ദൈവത്തിന്റെ പ്രവൃത്തി ദൈവത്തെ പോലെ ആയിരിക്കണം. ദൈവം എന്താഗ്രഹിക്കുന്നുവോ അതുപോലെ തന്നെ ആയിത്തീരണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. അതാണ് യേശു പറഞ്ഞത്, ഞാൻ വെളിച്ചമാണ്. എന്തിനാണ് നാം വെളിച്ചത്തിൽ കൂടി യാത്ര ചെയ്യുന്നത്? നമുക്ക് ആ വെളിച്ചത്തിൽ കൂടി യാത്ര ചെയ്യുമ്പോൾ നമുക്ക് ഇന്നതെ എല്ലാം കാണുവാൻ കഴിയും. എന്ത് നാം കാണുന്നു, എന്ത് നാം ചെയ്യണം, ഇങ്ങനെ ആയിരിക്കണം എന്നുള്ളതെല്ലാം നമുക്ക് ആ വെളിച്ചത്തിൽ വ്യക്തമായി തിരിച്ചറിയുവാൻ കഴിയും. അപ്പോൾ നാം ആ വെളിച്ചത്തെ സ്നേഹിക്കുന്നുവെങ്കിൽ, ദൈവം നമുക്ക് കാണിച്ചു തരുന്ന ആ വെളിച്ചത്തിൽ കൂടി നാം യാത്ര ചെയ്യുന്നുവെങ്കിൽ, ജീവിക്കുന്നുവെങ്കിൽ, പ്രിയമുള്ളവരെ, നമുക്ക് മാത്രമല്ല ഇരുട്ടിൽ കൂടി നടക്കുന്ന സകല മനുഷ്യരെയും നമുക്ക് തിരിച്ചറിയുവാൻ കഴിയുകയും അവരെയും ഈ വെളിച്ചത്തിലേക്ക് നമുക്ക് നമ്മുടെ കൈ പിടിച്ച് നടത്തുകയും ചെയ്യാം. അതാണ് യേശു പറയുന്നത്, ഞാൻ വെളിച്ചമാണ്, ഞാൻ ജീവനാണ്, ജീവന്റെ അപ്പമാണ്, ഞാൻ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന ജീവന്റെ അപ്പമാണ്, എന്നെ ഭക്ഷിക്കുന്നവൻ ഒരു നാളും മരിക്കുകയുമില്ല എന്നും ദൈവം അവിടെ പറയുകയാണ്. അവൻ മരിച്ചാലും ജീവിക്കുമെന്നും പറയും. അതിനാൽ പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ നമ്മളൊരു ദൈവ മനുഷ്യനായി, ഒരു ദൈവ പുരുഷനായി ജീവിക്കുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ തീർച്ചയായും നമ്മുടെ ഓരോരുത്തരുടെയും ആത്മാവിന്റെ രക്ഷയ്ക്ക് വേണ്ടി 2000 വർഷങ്ങൾക്ക് മുൻപ് കൽവരിയിൽ ക്രൂശിക്കപ്പെട്ട യേശുവിനെ നമ്മുടെ ഹൃദയത്തിലാണ് രക്ഷകനും കർത്താവുമായി സ്വീകരിക്കുന്നത്. അപ്പോഴാണ് നമുക്ക് യഥാർത്ഥമായ സ്നേഹം, സമാധാനം, സന്തോഷം ഇതൊക്കെ അനുഭവിക്കുവാൻ കഴിയുന്നതും മറ്റുള്ളവരിലേക്ക് അത് പകർന്നു കൊടുക്കുവാൻ കഴിയുന്നതുമെന്ന് തിരുവെഴുത്ത് നമ്മെ വളരെ വ്യക്തമായി പഠിപ്പിക്കുകയാണ്. അല്ലാതെ മറ്റൊരാളിന് ദോഷം ചെയ്യുവാനല്ല യേശു മാതൃകയായി കാണിച്ചു തന്നത്. മറ്റുള്ളവരെ സ്നേഹിക്കുവാൻ, അവരുടെ വേദനകളിൽ അവരെ ആശ്വസിപ്പിക്കുവാൻ, അവരുടെ ഇല്ലായ്മയുടെ സമയങ്ങളിൽ അവരുടെ അടുത്തു ചെന്ന് നമുക്ക് കഴിയാവുന്നത് നൽകി അവരെ സഹായിക്കുവാൻ. അല്ലാതെ അവർക്ക് ജീവിക്കണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷേ മുൻപോട്ട് ഒരു ചുവട് പോലും അവർക്ക് വയ്ക്കുവാനില്ലാതെ അവർ ജീവിതം അവസാനിപ്പിക്കുമ്പോൾ വാസ്തവമായും അതിന് കാരണം നമ്മളൊക്കെ തന്നെയാണ്, മറ്റാരുമല്ല. എന്നാൽ ദൈവം ആഗ്രഹിക്കുന്നത് നാം അപ്രകാരം ചെയ്യുമ്പോഴാണ് നമ്മൾ ഒരു ദൈവ മനുഷ്യനായി തീരുന്നത്, ദൈവ പുരുഷനായി തീരുന്നത്. അതാണ് ദൈവം ആഗ്രഹിക്കുന്നത്. അതിനുവേണ്ടിയാണ് യേശു കാൽവരിയിൽ 2 കള്ളന്മാരുടെ മധ്യത്തിൽ ആണിമേൽ തൂങ്ങി മരിച്ചത് എന്ന്. ഒരു ചെറുപ്പക്കാരനായിരുന്നു, അദ്ദേഹം മരിച്ചുപോയി. അദ്ദേഹം പാടിയ ഒരു പാട്ടുണ്ട്, രക്ഷിതാവിനെ കാൺക പാപി, നിന്റെ പേർക്കല്ലയോ ക്രൂശിന്മേൽ തൂങ്ങുന്നു, നിന്റെ പേർക്കല്ലയോ ക്രൂശിന്മേൽ തൂങ്ങുന്നു. കൽവരി മലമേൽ നോക്കുനീ, കൽവരി മലമേൽ നോക്കുനീ, കൽവരം ചേർത്തിട ആണിമേൽ തൂങ്ങുന്നു, കൽവരം ചേർത്തിട ആണിമേൽ തൂങ്ങുന്നു. രക്ഷിതാവിനെ കാൺക പാപി. നമ്മുടെ ആത്മാവിന്റെ രക്ഷയ്ക്ക് വേണ്ടി യേശു 2 കള്ളന്മാരുടെ മധ്യത്തിൽ
ക്രൂശിക്കപ്പെട്ട് മരിച്ചടക്കപ്പെട്ട് മൂന്നാം നാൾ ഉയർത്തെഴുന്നേറ്റ് സ്വർഗത്തിലേക്ക് കരയേറിപ്പോയി ഞാൻ വീണ്ടും വരും എന്ന് ഈ ലോകത്തോട് വിളിച്ചു പറഞ്ഞതിനു ശേഷം, പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ ആ വരവിനായി നാം ഒരുങ്ങിയിരിക്കേണ്ടതാണ്, കാത്തിരിക്കേണ്ടതാണ്. ഈ ഭൂമിയിൽ നമ്മുടെ ജീവിതത്തെ പറ്റി നാം പഠിച്ചുകൊണ്ടിരിക്കുകയാണ്, നാം കണ്ടുകൊണ്ടിരിക്കുകയാണ്, ചിലപ്പോഴൊക്കെ നാം അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഏറിയാൽ 70 അല്ലെങ്കിൽ 80 എന്ന ഈ ചെറിയ കാലഘട്ടം എത്രയോ വേദനാജനകമാണ്. എന്നാൽ ഇതൊന്നുമില്ലാത്ത ഒരു ജീവിതം മനുഷ്യനുണ്ട്. മനുഷ്യൻ ഇവിടം കൊണ്ട് അവസാനിക്കുന്നില്ല. ഇവിടം കൊണ്ട് അവസാനിക്കുന്നത് എന്നും രാവിലെയും എപ്പോഴും സമയമുള്ളപ്പോഴൊക്കെ നമ്മൾ വൃത്തിയായും അതിന്റെ സൗന്ദര്യത്തെ വർദ്ധിപ്പിച്ചുകൊണ്ടും ഇരിക്കുന്ന ഈ ശരീരം മാത്രമാണ്. ഇതൊരിക്കൽ മണ്ണോട് ചേർന്ന് പോകും. എന്നാൽ ദൈവം നമ്മളിൽ നിക്ഷേപിച്ചിരിക്കുന്ന ദൈവത്തിന്റെ ആത്മാവ് അതൊരിക്കലും മാഞ്ഞു പോകുകയില്ല, അത് നശിച്ചു പോകുകയില്ല. അത് ജീവനുള്ളതാണ്. ആ ജീവൻ നശിക്കുകയില്ല. ആ ജീവൻ ഈ ലോകവുമായിട്ട് യാതൊരു ബന്ധവുമില്ല. അത് ദൈവത്തിന്റെ അടുത്തേക്ക് വിളിക്കും. എന്നാൽ നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ രക്ഷയ്ക്കായി, നമ്മുടെ ആത്മാവിന്റെ രക്ഷയ്ക്കായി, കാരണം എന്താണെന്ന് ചോദിച്ചെന്നാൽ നമ്മുടെ ആത്മാവ് കളങ്കപ്പെട്ടു പോയതാണ്. ദൈവവുമായിട്ട് യാതൊരു ബന്ധവുമില്ലാത്ത ഒരു ആത്മാവിനെയാണ് നമ്മൾ ഇപ്പോഴുള്ളത്. കാരണം ദൈവം നീ ഇന്നത് ഒക്കെ ചെയ്യരുതെന്ന് പറയുന്ന കാര്യങ്ങൾ മാത്രമാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ അത് ദൈവത്തിന് വിരോധമായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ആ ആത്മാവിന്റെ ശുദ്ധീകരണത്തിന് വേണ്ടിയാണ്, പ്രിയമുള്ളവരെ, യേശു കല്ലുനിൽ ക്രൂശിക്കപ്പെട്ടത്. ആ യേശുവിനെയാണ് നാം രക്ഷകനും കർത്താവുമായി ഹൃദയത്തിൽ സ്വീകരിക്കേണ്ടത്. ആ യേശുവാണ് വീണ്ടും വരുന്നത്. യേശു പറഞ്ഞത്, എന്നിൽ വിശ്വസിച്ച് മരിച്ചവരെയും എന്നിൽ വിശ്വസിച്ച് ജീവിച്ചിരിക്കുന്നവരെയും ചേർത്ത് കൊണ്ടുപോകുവാൻ ഞാൻ വീണ്ടും വരും. ആ വരവിനായി നാം ഒരുങ്ങിയിരിക്കുന്നുവെങ്കിൽ തീർച്ചയായും അവസാനമില്ലാത്ത സമാധാനവും സ്നേഹവും സന്തോഷവും മാത്രവുമുള്ള ആ നിത്യഭവനത്തിൽ ദൈവത്തോടുകൂടെ വസിക്കുവാനുള്ള നമ്മുടെ അവസരം ഈ ലോക ജീവിതത്തിൽ നാം ആയിരിക്കുമ്പോൾ തന്നെ നമുക്ക് നേടിയെടുക്കാവുന്നതാണ്. അതിനുവേണ്ടിയായി പ്രിയമുള്ളവരെ നാം ഇവിടെ വസിക്കുന്നത്, കഷ്ടതകൾ അനുഭവിക്കുന്നത്, വേദനിക്കുന്നത്, വലിയ ദുഃഖങ്ങളെ ഭാരങ്ങളെ ഒക്കെയും നാം ചുമന്നുകൊണ്ട് ഇവിടെ നടക്കുന്നത്. എന്നാൽ ഇതൊക്കെയും ഇല്ലാത്ത ഒരു രാജ്യം ഉണ്ട്. അവിടേക്ക് പോകുവാനാണ്. അവിടേക്ക് ദൈവം നമ്മളെ കൊണ്ടുപോകും. യേശു നമ്മളെ കൊണ്ടുപോകുവാൻ വേണ്ടി വീണ്ടും വരും. ആ വരവിനായി ഒരുങ്ങിയിരിക്കണമേ എന്ന പ്രാർത്ഥനയോടെ ഞാൻ എൻ്റെ വാക്കുകൾ ഇപ്പോഴും ഇവിടെ അവസാനിപ്പിക്കുന്നു. കർത്താവായ യേശുക്രിസ്തുവിന്റെ സ്നേഹവും സമാധാനവും സന്തോഷവും നിങ്ങളുടെ എല്ലാവരുടെയും ഹൃദയങ്ങളിലും ഭവനങ്ങളിലും എന്നും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. അത് നിങ്ങൾക്ക് ഓരോരുത്തർക്കും വലിയ അനുഗ്രഹവുമായി തീരട്ടെ എന്ന പ്രാർത്ഥനയോടെ ഞാൻ എൻ്റെ വാക്കുകൾ ഇപ്പോഴിവിടെ അവസാനിപ്പിക്കുന്നു.